എല്ലും കപ്പയും കിട്ടിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നല്ല പോലെ വൃത്തിയായിട്ട് അതിൻ്റെ ചോരമയം എല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. ഇതിനകത്ത് കുറച്ച് നെയ്യും ഉണ്ട്, കണ്ടോ, നെയ്യും ഉണ്ട്. അത് നല്ല നെയ്യാണ്, അല്ലാതെ ഒരുമാതിരത്തെ ഈ കട്ട പോലത്തെ നെയ്യല്ല, നല്ല നെയ്യാണ്. അപ്പോൾ അത് കുറച്ച് ഇതിനകത്ത് ചേർക്കും. അപ്പോൾ നമുക്ക് എണ്ണ കുറച്ച് ഉപയോഗിച്ചാൽ മതി. പിന്നെ ഈ കപ്പ നല്ല കപ്പയാണ്. ഈ കപ്പ നമുക്ക് ആദ്യം ഇങ്ങനെ മുറിക്കണം, കണ്ടോ. മുറിച്ചതിന് ശേഷം ഇങ്ങനെ കൊത്തിയിട്ട് ഇങ്ങനെ പൊളിക്കുമ്പോഴത്തേക്കും നല്ല കപ്പയായതുകൊണ്ടാണ് അതിങ്ങനെ പൊളിഞ്ഞ് വരുന്നത്. നമുക്ക് കുറച്ച് കൊച്ചു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. നമ്മുടെ കപ്പയെല്ലാം നല്ല വൃത്തിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. ആദ്യം ഞാൻ ഒരു വട്ടം അതിലെ മണ്ണൊക്കെ ഒന്ന് കഴുകിയത്, എന്നിട്ടാണ് അരിഞ്ഞത്. എന്നാലും 1-2 വട്ടം കൂടി ഒന്ന് കഴുകിയെടുക്കണം. മണ്ണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. വേവിക്കാനായിട്ട് ഇങ്ങനെ അടുപ്പത്ത് വെക്കാം. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്, ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. കപ്പ നല്ല പോലെ മുങ്ങിക്കിടക്കണം, എന്നാലേ നല്ല പോലെ തിളച്ച് അതിൽ കിടന്ന് വേകുള്ളൂ. എല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കപ്പ വേവിക്കാൻ വെച്ചല്ലോ, ഇനി നമുക്ക് ഈ എല്ല് വേവിച്ചെടുക്കാനുള്ള പണിയാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: വലിയ ഒരു സബോള, പിന്നെ ഒരു 5-8 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്. പിന്നെ ഒരു ചെറിയ 2-3 കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചുമന്നുള്ളിയൊക്കെ സ്കിപ്പ് ചെയ്യരുത്. കാരണം കറിക്ക് ആ ഒരു കപ്പ ബിരിയാണിക്ക് ഒരു നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ സാധനങ്ങൾ ചേർക്കണം. അത്യാവശ്യം ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ ചേർക്കണം. ഞാൻ പറഞ്ഞല്ലോ, വേറൊരു വീഡിയോ ഞാൻ പറയുന്നുണ്ട്. എനിക്ക് ചെയ്ത് നല്ലതെന്ന് തോന്നുന്നതാണ് ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും വെളുത്തുള്ളിയും ഇതുപോലെ തന്നെ ഇഞ്ചിയും ചേർക്കണം. ഇത്രയും സാധനം, എന്നാൽ കുറച്ചേ ഉള്ളൂ എല്ല് എങ്കിലും ഇത്രയും സാധനങ്ങൾ ചേർത്താലേ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ നമുക്ക് അതിനകത്ത് ആവശ്യത്തിന് നെയ്യുള്ളത് കാരണം എണ്ണ കുറച്ചെടുത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. വേണമെങ്കിൽ ചില ആളുകൾ ചെയ്യാറുണ്ട്, എല്ലും ഈ സബോളയും ഇതെല്ലാം കൂടെ പുരട്ടിയിട്ട് മസാലകളും ചേർത്ത് കുക്കറിൽ വേവിച്ച് അടിച്ചെടുക്കുക. പക്ഷേ എന്നാലും അതിനൊരു പച്ച ചുവ പോലെ തോന്നും. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലൊന്ന് വഴറ്റി എടുത്തതിന് ശേഷം എല്ലുകൾ ചേർത്ത് നമുക്കൊന്ന് വിസിലടുപ്പിച്ച് ഒരു 3-4 വിസിൽ, ഓരോരുത്തരുടെ കുക്കറുടെ ഇതുപോലെ തന്നെ 3-4 വിസിൽ അടുപ്പിച്ച് നമുക്ക് മസാലകളും ചേർത്ത് വേവിച്ച് ഒന്നെടുക്കാം. നമുക്ക് എല്ല് വേവിക്കാനുള്ള കുക്കർ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു അല്പം കുറച്ച് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു കുറച്ച് മതി, കാര്യം നമുക്കതൊന്ന് അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതുപോലെ സെപ്പറേറ്റ് ഇട്ട് നമുക്ക് വഴറ്റണമെന്നില്ല, കാര്യം എല്ലാം കൂടെ ഒന്ന് വഴറ്റി എടുത്താൽ മതി. ഞാൻ പറയാൻ വിട്ടുപോയി, ഒരു 2 മീഡിയം ലെവലിൽ 2 വലിയ തക്കാളിയും കൂടി അതിൻ്റെ കൂടെ എടുക്കണം. അതായത് ഇറച്ചിക്കറിക്ക് നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് തന്നെ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് ഇത്തിരി കൂടുതൽ എടുക്കുക. ഇതിലേക്ക് കണ്ടോ, എല്ലാം ഒരുമിച്ചാണ് ഞാനിട്ട്. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ, ആവശ്യത്തിന് എത്രയാണോ ഉപ്പ് വേണ്ടുന്നത് അത്രയും. ഇതിനിപ്പോൾ ഒരു 3/4 ടീസ്പൂണാണ് ആവശ്യം. അത് ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നു. സവാള പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാനായിട്ട് നമുക്ക് ഉപ്പിട്ടാൽ പെട്ടെന്ന് വഴഞ്ഞ് കിട്ടും. ഒരുപാടല്ലാതെ ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണിനേക്കാൾ കൂടുതലായിട്ട്, അതായത് കപ്പയ്ക്കും കൂടെ ആവശ്യമായ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുമ്പോൾ ഈ മഞ്ഞൾപ്പൊടി അതിൽ ചേർക്കത്തില്ല. അതിനും കൂടിയുള്ള എക്സ്ട്രാ നമ്മൾ മഞ്ഞൾപ്പൊടി ഒരല്പം കൂടുതൽ ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ നമ്മൾ അടുത്തതായി ചേർക്കുന്നത് ഗരം മസാലയാണ്. ഗരം മസാല 1 സ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ഫ്ലേവറും നമുക്ക് കപ്പയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതും കൂടി ചേർക്കുന്നത്. അതായത് കപ്പയുടെയും കൂടി കണക്ക് കൂടിയിട്ടാണ് നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത്. ഒരു സ്പൂൺ മല്ലിപ്പൊടി, നമ്മൾ നല്ല എരിവുള്ള പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു 1.5 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നില്ല.
ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് കാണിക്കുന്നത്. കുരുമുളക് പൊടി ചേർക്കുന്നവരുണ്ടാവാം, കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഞാൻ ഇത്രയും മസാലകളാണ് ചേർത്തത്. എന്നിട്ട് ഇവയെല്ലാം കൂടെ നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കാം. കപ്പ എല്ല് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഞാൻ കൂട്ടി ഇതിനകത്തേക്ക് 1 ഗ്ലാസ് വെള്ളം, അതായത് ഒരു വലിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി എല്ലാ മസാല എല്ലായിടവും ആകുന്ന രീതിയിൽ ഇളക്കി ഇനി നമുക്ക് കുക്കർ അടച്ച് ഒരു 3 വിസിൽ അല്ലെങ്കിൽ ഒരു 5 വിസിൽ, ഓരോരുത്തരുടെ ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരുടെ കുക്കറിൻ്റെ ഇതുപോലെ നമുക്ക് ചെയ്യാം. നമ്മുടെ കപ്പ നല്ലപോലെ തിളച്ച് മറിയുകയാണ്. ഈ കപ്പയിലെ വെള്ളം നമ്മൾ ഊറ്റിക്കളയണം. കാര്യം കപ്പയിൽ ഒരു കറയുണ്ട്. ആ കറ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നമ്മൾ വെള്ളം ഊറ്റിക്കളയണം. ഈ തിളക്കുന്ന വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടാണ് നമ്മൾ ഇതിനെ ഉടച്ചതിന് ശേഷം തേങ്ങയും ചേർത്ത് എല്ലിലേക്ക് ചേർക്കുന്നത്. ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ 1 സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത് പോരായിരിക്കും, ഇതിലെ വെള്ളത്തിനും കൂടെ കണക്കാക്കി വേണം ഉപ്പിടാൻ. ഒരു 1.5 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഉപ്പിൻ്റെ അളവ് അറിയാൻ മേലാത്തവരാണെങ്കിൽ ഈ വെള്ളം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉപ്പ് വായി വെച്ച് നോക്കുമ്പോൾ ഇത്തിരി ഒരല്പം മുന്തി നിൽപ്പുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് കറക്റ്റാണ്. അതിനുശേഷം ഈ വെള്ളം നമ്മളങ്ങ് ഊറ്റിക്കളയുകയാണ്. കപ്പ വെന്തതിന് ശേഷം ഈ വെള്ളം നമ്മൾ പൂർണ്ണമായും ഊറ്റിക്കളയുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസിൽ അരമുറി തേങ്ങ അരച്ച് ചേർക്കാം. ഈ തേങ്ങയുടെ കൂടെ കപ്പയ്ക്ക് നമുക്ക് അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ ഞങ്ങൾക്കിവിടെ ഈ ടേസ്റ്റ് ഇഷ്ടമാണ്. പെരുംജീരകം, അതായത് വലിയ ജീരകം ഇതിൻ്റെ കൂടെ ഒരു 2 നുള്ള് അതിൻ്റെ കൂടെ അരച്ച് നല്ല പോലെ അരച്ച് ചേർക്കുക. നമ്മൾ മീൻകറിക്കൊക്കെ അരയ്ക്കുന്ന പോലെ നല്ല പോലെ അരച്ച്, നല്ല മഷി പോലെ അരച്ച് നമ്മുടെ ഈ കപ്പയിലും എല്ലിൻ്റെ ഇതിലും കൂടെ ചേർക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കപ്പയും ഇതും വേകാനുണ്ടല്ലോ, ആ സമയം കൊണ്ട് നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കാം. കപ്പ നല്ല പോലെ വെച്ച് നല്ല കപ്പയായിരുന്നു. അപ്പോൾ ഇതുപോലെ നല്ല കപ്പ കിട്ടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു വലിയ പാത്രത്തിൽ മാക്സിമം ചെയ്യാൻ നോക്കുക നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും. കാരണം നല്ലപോലെ ഇട ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ ഉടച്ച് ആ എല്ലും ഒക്കെ ആയിട്ട് നല്ലപോലെ മിക്സ് ആക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഉടച്ചെടുത്തു. ഒരുപാട് അങ്ങ് ഉടയ്ക്കരുത്, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കാനുള്ള ഇത് ഉണ്ടാവണം. കണ്ടോ, നല്ല രീതിക്ക് ഇങ്ങനെ ഉടച്ചെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് കണ്ടോ, നല്ല പോലെ അരച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ എല്ലും ആ നെയ്യും ഒക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി കപ്പയിലേക്ക് ഇതിനെ നമുക്ക് ഇട്ട് കൊടുക്കാം. കപ്പ കണ്ടോ, ഞാൻ അരപ്പും ഒക്കെ ചേർത്ത് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ തേങ്ങ അരച്ചെടുത്തില്ലേ, അതുമായിട്ട് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഈ എല്ലിനെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ല് കപ്പയിലേക്ക് ഇട്ടിരിക്കുകയാണ്. വെള്ളം ഉണ്ട്, പക്ഷേ ഈ കപ്പയുമായിട്ട് നമ്മൾ ചൂടാക്കുമല്ല, ഒന്ന് തിളപ്പിച്ച് എടുക്കുമ്പോഴത്തേക്കും ഈ വെള്ളം കപ്പയുമായിട്ട് പിടിച്ചോളും. അത് കാരണം വെള്ളം കൂടുതലുണ്ട് എന്നുള്ള ഒരു ഇത് വേണ്ട, നല്ല പോലെ മിക്സാക്കി എടുക്കുക. ആ എല്ലും അതിൻ്റെ എല്ലാ ഇതും മസാലയും ഒക്കെ കപ്പയുമായിട്ട് ചേരുന്നത് പോലെ നല്ല പോലെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇച്ചിരി വലിപ്പമുള്ള പാത്രമാണെങ്കിൽ നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, നല്ലതുപോലെ മിക്സ് ആക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചക്കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി കറിവേപ്പില ആഡ് ചെയ്യാം, പക്ഷേ എൻ്റെ കയ്യിൽ അത്രയേ ഉള്ളായിരുന്നു. കറിവേപ്പില ഇട്ട് നല്ല പച്ച കറിവേപ്പില കൂടി ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും. കറിവേപ്പില ഇത്തിരി കൂടെ കൂടുതലൊക്കെ ചേർക്കുന്നത് നല്ലതാണ്. കറിവേപ്പില കണ്ടോ, നല്ല പോലെ ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് തിളച്ച് ഇങ്ങനെ ഒന്ന് ഇതാകുമ്പോഴത്തേക്കും നമ്മുടെ ഇറച്ചിയും കപ്പയും എല്ലും കപ്പയും
സെറ്റായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ചൂടോടെ തന്നെയാണെങ്കിൽ ഇത് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കപ്പയും എല്ലാം റെഡിയായിരിക്കുകയാണ്. നല്ല രുചിയുണ്ട്. ഇത് കഴിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയാൽ അറിയാൻ പറ്റും. നല്ല രുചിയാണ് ഇതിങ്ങനെ കഴിക്കാനായിട്ട്. ഒരുപാട് സാധനങ്ങൾ, എണ്ണയോ അല്ലെങ്കിൽ മറ്റോ ഒരുപാട് അനാവശ്യമായ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. എല്ലാം ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇവ ചേർത്ത് നമ്മൾ ഇതുപോലെ ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവരും കഴിച്ചിട്ട് ഇതിൻ്റെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ, ഇതിൽ ചെയ്യുന്നതിൽ എന്തെങ്കിലും പാകപ്പിഴകളോ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. കാരണം തെറ്റുകൾ മനസ്സിലാക്കിയാലല്ലേ നമുക്ക് ശരിയിലേക്ക് വരാൻ പറ്റുകയുള്ളൂ. ഞാൻ ചെയ്യുന്ന രീതികളാണ് ഞാൻ മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നത്. നല്ലൊരു ഭക്ഷണമാണിത്. ഓക്കെ.